ക്ലാസ് 10 മലയാളം. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ കവി വസ്തുതാപരമായ പരിസ്ഥിതി നിരീക്ഷണത്തിലൂടെയും അതിനോടുള്ള താത്വിക സമീപനത്തിലൂടെയും നമ്മളുടെയൊക്കെ ആധുനിക കമൻറ്റു ലൈക്ക് സാംസ്കാരിക ബോധത്തെ പരിഹസിക്കുന്നു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള മലങ്കര എന്ന സ്ഥലത്തെ പ്രകൃതിശോഭ കാണുമ്പോൾ കവിക്ക് സന്തോഷമുണ്ടാകുന്നു. പക്ഷേ ആ സുന്ദര കാഴ്ചയുടെ ഓർമ്മയെ സ്വന്തം ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പ്രകൃതി രമണീയത ഒരു പ്രദർശന വസ്തുവായി മാറുന്നു. കവിത കർശനമായി ചൂണ്ടിക്കാണിക്കുന്നത് ആധുനിക സമൂഹം ചിലപ്പോഴൊക്കെ പ്രകൃതിയെ മനസ്സോടെ സ്നേഹിക്കുന്നില്ല. പകരം ആ സ്നേഹം ക്യാമറ കോണിലും ക്യാപ്ഷനിലും കമൻറ്റുകളിലുമൊക്കെയാണ് പാഴ്വാക്കുകളായി ദൃശ്യമാകുന്നത്. സുസ്ഥിര വികസനം എന്ന ആശയം അതിൻ്റെ ആഴത്തിലും അർത്ഥത്തിലും ആസ്വദിക്കപ്പെടുന്നതിനു പകരം കപട പരിസ്ഥിതി പ്രദർശനത്തിൽ ഒതുങ്ങുന്നു. പോസ്റ്റ് മോഡേൺ പരിസ്ഥിതി ബോധം. കവി പറയുന്ന വിധം: പച്ചപ്പും മലകളും മനുഷ്യരും ഡാറ്റയായി മാറ്റപ്പെടുന്നു. എത്ര GB വരും എന്ന അവസാന ചോദ്യം അതിൻ്റെ ഉജ്ജ്വല ഉദാഹരണമാണ്. കവിത അന്തസ്സുള്ള പരിസ്ഥിതി ബോധത്തെ ആവശ്യപ്പെടുന്നു. അതിൻ്റെ മൂല്യബോധവും സാമൂഹിക ഉത്തരവാദിത്വവും ഉൾക്കൊള്ളുന്ന തരത്തിൽ. പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ചെയ്യേണ്ടതെന്തെങ്കിലും എന്ന നിലപാടിൻ്റെ ആന്തരിക തലം പരിശോധിക്കപ്പെടുന്നു. പരിസ്ഥിതി തത്വശാസ്ത്രം. കവി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ നെൽപ്പാടം, പച്ചപ്പുള്ള ഭൂമി, കൊക്കുകൾ, കാക്കകൾ, അവിടെ ജീവിക്കുന്ന ജനത എന്നിങ്ങനെ എല്ലാം സജീവമായ പരിസ്ഥിതി ചിന്തകളെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ അതിനൊപ്പമുണ്ടാകുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ആ കാഴ്ചയെ ഒരു സാധനമായി, ഒരു ഓൺലൈൻ അനുഭവമായി, ഒരു GB ഫയലായി ചുരുക്കുന്നു.